പിടിച്ചു കൊടുത്തു. തലവണക്കാം, പ്രാർത്ഥിക്കാം. എന്റെയും ഞങ്ങൾ പിതാക്കന്മാരെ ദൈവമേ, ഈ വലിയ വെള്ളിയാഴ്ച പ്രഭാതം ഞങ്ങളെ വിളിച്ചു നടത്തിയല്ലോ, ദേവാലയത്തിൽ കൂടി കെട്ടല്ലോ, അടിയൻ നന്ദി പറയുന്നു. കഴിഞ്ഞ വലിയ വെള്ളിയാഴ്ച കണ്ട അനേക ലോകങ്ങൾ മാറ്റപ്പെട്ടപ്പോൾ ഒരു വലിയ വെള്ളിയാഴ്ച കൊണ്ടാടുന്ന സഹായം ദൈവമേ, അടിയൻ നന്ദി പറയുന്നു, സ്തോത്രം കരയിട്ടുന്നു. കർത്താവ് കൃഷി കിടന്ന് ഒഴിഞ്ഞായ ആളാന്ന് ധ്യാനിപ്പാൻ ഒരുങ്ങുന്നു. അപ്പത്തിനായ വിശപ്പല്ല, വെള്ളത്തിന് ദാഹമല്ല, പിന്നെ അങ്ങനെ ആത്മീയ മൊഴികൾക്ക് ആ ദാഹം അടിയൻ നൽകണമേ. വെളിപ്പെടുന്ന അടിയിലേക്ക് ഒരുപോലെ അനുഗ്രഹിക്കണമേ. ഏറെ കുറിച്ച് മറിക്കണമേ. നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിന്റെ അതിപ്രസ്തുതം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹം ബഹുമാനമുള്ള വിജിത്തെ തോമസ് അച്ഛൻ, ഇടവകാരി, ഉപദേശി ജോസാർ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എനിക്കേറെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവർക്കും നാമത്തെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് പ്രഘോഷിപ്പാൻ അവസരം തന്ന വിജിത്തെ തോമസ് അച്ഛനോടും സഭാപാലകരോടുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കട്ടെ. യോഹന്നാൻ സുവിശേഷം 19-30 വാക്യം ഞാൻ തന്നെ വായിക്കുന്നു. യേശു കുളിച്ച് കഴിഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തലചായ്ച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് പറയുകയാണ് നിവൃത്തിയായത്. ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും, എന്താണ് നിവൃത്തിയായത്? ഈ മൊഴി നാം ആഴ്ച പഠിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് നിവൃത്തിയായത്. 1, യേശുവിന്റെ വേദനകൾ നിവൃത്തിയായി. 2, തിരുവചനം നിവൃത്തിയായി. 3, പിതാവിന്റെ ഉദ്ദേശം നിവൃത്തിയായി. യേശുവിന്റെ വേദനകളെ കുറിച്ച് പഠിക്കുമ്പോൾ യേശുവിന്റെ വേദനകളുടെ അവസാനിക്കുകയാണ്. യേശുവിന്റെ സാന്നിധ്യത്തിന് ശേഷം വിജന പ്രദേശം 40 നാൾ ചിലവഴിച്ചപ്പോൾ ക്രൂശിന്റെ മാർഗത്തെ കുറിച്ച് യേശു ദർശനം ഉണ്ടായി. അവസാന ആഴ്ചയിൽ കൂടുതൽ വ്യക്തമായി കണ്ടു. കുട്ടികളുടെ പാനപത്ര കഴിപ്പ് അനുഭവിക്കുകയും ചെയ്തു. അത് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു. എന്നാൽ പിതാവ് ഇഷ്ടം മനസ്സിലാക്കിയപ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ കർത്താവ് തീരുമാനിച്ചു. കുരിശ് എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് തടിക്കുരിശ് മാത്രമല്ല, യേശുവിന് കടന്നു പോകേണ്ടതായ മാർഗമാണ്. അത് വേദനകളും നിരാശകളും ഏകാന്തതകളും നിറഞ്ഞ മാർഗമാണ്. അതിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു സകലവും നിവൃത്തിയായി. രണ്ടാമത് നാം പഠിക്കുമ്പോൾ തിരുവചനം നിവൃത്തിയെന്നതാണ്. ഒരു മസിഹയുടെ വരവിനെ കുറിച്ച് പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിരുന്നതാണ്. ഈ പ്രവാചകന്മാർ മസിഹയെ വിവിധ രീതിയിലാണ് ബൈബിൾ ചിത്രീകരിച്ചിരിക്കുന്നത്. സങ്കീർത്തനങ്ങളും മറ്റു മസിഹയെ രാജാവ് ചിത്രീകരിച്ചിട്ടുണ്ട്. ദാവീദ് സിംഹാസനത്തിൽ ഒരു രാജാവ് പ്രത്യക്ഷപ്പെടും. ആ രാജാവ് സമൃദ്ധിയും സമാധാനം കൈവരും. ഒരുപാട് ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തം ചെയ്യും. മശിഹയെ സംബന്ധിച്ച് ഇസ്രായേൽ മക്കളുടെ പ്രതീക്ഷയാണത്. ഇസ്രായേൽ സമയത്ത് പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു, നീ രാജാവ് തന്നെയോ? യേശു സമ്മതിക്കുന്നത്. എന്നാൽ റോമക്കാർ വിചാരിക്കുന്ന പോലെയുള്ള രാജ്യമല്ല, മറിച്ച് യേശുവിന്റെ രാജ്യം മനുഷ്യരുള്ളിലാണ് ആരംഭിച്ചത്. എന്നാൽ മനുഷ്യരുള്ളിൽ അവസാനിക്കുന്നില്ല. അവരുടെ രാജ്യത്വം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വ്യാപിക്കുകയും അവസാന കർത്താവിനെ പറയുകയും ചെയ്യും. ഇവിടെ വ്യക്തി സമൂഹം മാത്രമല്ല, സർവ്വ സൃഷ്ടിയിൽ രൂപാന്തരപ്പെടുകയാണ്. യഹൂദന്മാരുടെ ചിന്താമണ്ഡലത്തിൽ കർഷകരുടെ വീണ്ടെടുപ്പ് നാശത്തിന് അത് അർഹിക്കുന്ന ആ സ്ഥാനം ലഭിച്ചിരുന്നില്ല. ശിഷ്യന്മാർക്ക് തന്നെ അർഹിക്കുന്ന അത് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു. ഇങ്ങനെ മനുഷ്യനെ പിന്നിൽ തെറ്റായി എന്ന് പലപ്പോഴും അവർ വിചാരിച്ചിട്ടുണ്ട്. കർഷകരുടെ വീണ്ടെടുപ്പ് ആശയം യഹൂദന്മാരുടെ ശിഷ്യന്മാർക്ക് പോലും പ്രയാസമായിരുന്നെങ്കിലും ആ പ്രവചനം തന്നെ നിറവേറുകയായിരുന്നെന്ന് യേശുവിന് അറിയാമായിരുന്നു. ക്രൂശിന്റെ മാർഗത്തിൽ കൂടി സ്ഥാപിക്കപ്പെടുന്ന രാജ്യം തന്റെ ജീവിതത്തിൽ കൂടി ഉദ്ഘാടനം ചെയ്തു. ക്രൂശ് മാർഗത്തോടു കൂടി ദൈവരാജ്യത്തിന്റെ ഉദ്ഘാടന കർമ്മം അതിന്റെ പരിസമാപ്തിയിലെത്തി. അങ്ങനെ യേശു സംബന്ധിച്ച് തിരുവചനം നിവൃത്തിയായി. മൂന്നാമത് പഠിക്കുന്നത് പിതാവ് ഉദ്ദേശിച്ച് നിവൃത്തി എന്നുള്ളതാണ്. ഒരു ഉദ്ദേശം കൂടിയാണ് പിതാവ് യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന ചിന്ത ബാല്യം മുതൽ ഉണ്ടായിരുന്നു. ഞാനൊരു പിതാവ് ഉള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ എന്ന് തന്റെ 12ാമത്തെ വയസ്സിൽ മാതാപിതാക്കളോട് ചോദിച്ചു. ശിഷ്യന്മാരെ പ്രധാനി ആരെന്ന് പ്രശ്നം തർക്കമുണ്ടായപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സാധനം ഏൽപ്പാനും നിങ്ങൾ കഴിയുമോ? മനുഷ്യവർഗത്തിന് സാധ്യമാകുന്ന രക്ഷ ഈ മാർഗത്തിൽ കൂടി ആയിരിക്കണമെന്ന് പിതാവിന് ഇഷ്ടമാണെന്ന് യേശു മനസ്സിലാക്കിയിരുന്നു. സകല മനുഷ്യരെയും പിതാവിലേക്ക് അടുപ്പിക്കുകയും അതുപോലെ പിതാവും മനുഷ്യൻ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുകയാണ് യേശുവിന്റെ ദൗത്യം. ദൈവത്തോടും അയൽക്കാരോടുമുള്ള കൂട്ടായ്മയാണ് ന്യായപ്രമാണത്തിലെ പ്രവാചകന്മാരുടെ ലക്ഷ്യം. ഈ കൂട്ടായ്മ പ്രതീകമാണ് കർത്താവിന്റെ തിരുവത്താഴ്. തന്റെ രക്തം നൽകി പുതിയ നിയമത്തെ മുദ്രയിടുകയും ചെയ്തു. പിതാവിനെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി സൗരവും നിവൃത്തിയായി. 6ാമത്തെ വഴിയിൽ നിന്ന് നാം പഠിക്കുന്ന 3 കാര്യങ്ങളാണ് ചിന്തിച്ചത്. 1, യേശുവിന്റെ വേദനകൾ. 2, തിരുവചനം. 3, പിതാവിന്റെ ഉദ്ദേശം. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം വളരെ വർഷങ്ങളായി മൊഴി കേൾക്കുന്നവരാണ്. ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റു ചെവിയിൽ കൂടി ഇറക്കിവിടുന്ന അവസ്ഥയാണ്. ആ അവസ്ഥ ആരിൽ നിന്ന് മാറ്റുന്നുവോ, ആരെയും ജീവിതത്തിൽ പകർത്തുന്നുവോ അവർക്കാണ് ഈ വലിയ വ്യാഴ്ച അനുഗ്രഹമായി തീരുന്നത്.
അഡ്വാൻസ് ആയിട്ട് ഈശ്വരന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അങ്ങനെയുള്ളതായ എല്ലാവരും നമ്മളോട് നൽകട്ടെ എന്ന് പ്രാർത്ഥന ആശംസിച്ചുണ്ട്. എന്റെ വാക്കുകൾ നമുക്ക് പ്രാർത്ഥിക്കാം.